മുക്കം നഗരസഭ തുടർച്ചയായ മൂന്നാം തവണയും ഇടതുമുന്നണിക്കൊപ്പം 34-ൽ 18 സീറ്റുകൾ നേടിയാണ് LDF ഭരണം പിടിച്ചത്. UDF 11 സീറ്റുകളും വെൽഫെയർ പാർട്ടി 4 സീറ്റുകളും NDA 1 സീറ്റും കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ മുക്കം നഗരസഭയിൽ തുടർച്ചയായി മൂന്നാം തവണയാണ് ഇടതുമുന്നണി വിജയം നേടുന്നത്. ആകെയുള്ള 34 ഡിവിഷനുകളിൽ 18 എണ്ണത്തിൽ വിജയിച്ചാണ് ഇടതുമുന്നണി ഭരണം നിലനിർത്തിയത്. UDF 11ഉം വെൽഫെയർ പാർട്ടി 4ഉം NDA 1 സീറ്റും കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ UDF വിമതന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തിയ ഇടതുമുന്നണിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലാത്തത് UDFന് തിരിച്ചടിയായി. അതിനിടെ ഒറ്റയ്ക്ക് മത്സരിച്ച വെൽഫെയർ പാർട്ടി 4 സീറ്റുകൾ നേടി കരുത്തു കാട്ടുകയും ചെയ്തു. 2 അംഗങ്ങളുണ്ടായിരുന്ന BJPക്ക് 1 സീറ്റായി കുറയുകയും ചെയ്തു. 34-ാം ഡിവിഷനായ മുണ്ടുപാറയിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥി VM റഹ്മത്തിനാണ് നഗരസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം. 630 വോട്ടുകൾക്കാണ് മുൻ കൗൺസിലർ കൂടിയായ റഹ്മത്ത് വിജയിച്ചത്. കുറ്റിയേരിമൽ ഡിവിഷനിൽ നിന്ന് 25 വോട്ടുകൾക്ക് വിജയിച്ച LDF സ്ഥാനാർത്ഥി രാജേഷ് പൊറ്റശ്ശേരിക്കാണ് നഗരസഭയിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം. വിജയിച്ച ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും വ്യക്തമായ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എന്നതും ശ്രദ്ധേയമാണ്. LDFിൻ്റെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP ചാന്ദിനി കയ്യിട്ടാപ്പൊയിൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ചത് 262 വോട്ടുകൾക്കാണ്. കഴിഞ്ഞ തവണ ഇടതുഭരണം താങ്ങി നിർത്തിയിരുന്ന ലീഗ് വിമതൻ അബ്ദുൽ മജീദിന് ഇത്തവണ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ അബ്ദുൽ മജീദ് പരാജയപ്പെടുത്തിയ ഷെരീഫ് പെണ്ണക്കോടാണ് ഇത്തവണ 101 വോട്ടുകൾക്ക് മജീദിനെ പരാജയപ്പെടുത്തിയത്. ഈ വാർഡിൽ LDF ഔദ്യോഗിക സ്ഥാനാർത്ഥി ഗോൾഡൻ ബഷീറിന് 21 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 2 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തുമെത്തി. ന്യൂസ് ബ്യൂറോ, മുക്കം.